ഇസ്രയേൽ ലെബനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാൽ വിസ റദ്ദാക്കുമെന്ന് ഓസ്ട്രേലിയ അറിയിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷഭീതിയിലേക്ക് തള്ളിവിട്ട് ലെബനിൽ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. തെക്കൻ ലെബനിലെ ചില ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് കരസൈനിക നീക്കം നടത്തുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പ്രസ്താവന ഇറക്കിയതിന് പിന്നാലെയാണ് സൈനിക നീക്കം ആരംഭിച്ചിരിക്കുന്നത്. തെക്കൻ ലെബനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ലെബനിലെ ഹിസ്ബുള്ള സാന്നിധ്യമുള്ള മേഖലകളെന്ന് ഇസ്രയേൽ ആരോപിക്കുന്ന മേഖലകളിലാണ് സൈന്യം പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. വ്യോമസേനയുടെയും ആർട്ടിലറി വിഭാഗത്തിന്റെയും പിന്തുണയോടുകൂടിയാണ് കരമാർഗമുള്ള ഇസ്രയേലിന്റെ ആക്രമണം. 2006 ഒരു മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷം ഇപ്പോഴാണ് ഇസ്രയേലും ലെബനനും നേരിട്ട് ഏറ്റുമുട്ടുന്നത്. ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലും ഹിസ്ബുള്ളയും ഏതാണ്ട് എല്ലാ ദിവസവും വെടിവെപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ഇത് നിരവധി പേരുടെ പലായനത്തിനും കാരണമായി. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ രാജ്യത്ത് 1000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 4-1 സ്ത്രീകളും കുട്ടികളുമാണ്. അതേസമയം ഇസ്രയേൽ ലെബനിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാൽ വിസ റദ്ദാക്കുമെന്ന് ഓസ്ട്രേലിയ അറിയിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഭിന്നത സൃഷ്ടിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാനാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് ഓസ്ട്രേലിയ വ്യക്തമാക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ എതിർക്കുന്നവർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടത്തിയിരുന്നു. വിസയുള്ളവരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തുന്നതെങ്കിൽ കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നസ്രള്ളയുടെ ചിത്രങ്ങൾ കയ്യിലേന്തി പ്രതിഷേധിക്കുന്നവർക്കെല്ലാം വിസയുണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് പേർ പലായനം ചെയ്യുകയും ചെയ്ത ലെബനെതിരെ നെതന്യാഹു ഭരണകൂടം നടത്തിയ വ്യോമാക്രമണത്തിലും ഹിസ്ബുള്ള നേതാവ് സെയ്ദ് ഹസൻ നസ്രല്ലയുടെ കൊലപാതകത്തിലുമുള്ള ബഹുജന രോക്ഷമാണ് പ്രതിഷേധങ്ങളിൽ കണ്ടത്. റാലിയിൽ ലെബനീസ് പതാകകളിലും നസ്രല്ലയുടെ ഫോട്ടോയുള്ള പ്ലക്കാർഡുകളും പ്രതിഷേധക്കാർ പിടിച്ചിരുന്നു. ഇതിന് പിന്നാലെ പ്രതിഷേധക്കാർക്കെതിരെ ഓസ്ട്രേലിയൻ ഭരണകൂടം അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയുടെ ഈ നടപടിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ 13 ദിവസമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള വ്യോമാക്രമണത്തിൽ വലിയ വർധനവുണ്ടായിരുന്നു. ഹിസ്ബുള്ള അംഗങ്ങൾക്കെതിരെ പേജറുകളും വാക്കി ടോക്കികളും ഉപയോഗിച്ച് ആരംഭിച്ച ആക്രമണങ്ങളിൽ 50-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ വർഷങ്ങൾക്കിടയിലുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണ പരമ്പരയും ഇസ്രായേൽ ലെബനിൽ നടത്തി. ഹസൻ നസ്രുള്ള ഉൾപ്പെടെ ഹിസ്ബുള്ളയുടെ നിരവധി മുതിർന്ന നേതാക്കളെയും ഇസ്രായേൽ വധിച്ചു. അതിന് പിന്നാലെ ആരംഭിച്ചിരിക്കുന്ന കര അധിനിവേശം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാക്കും പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുകയെന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കത്തിന് സമാനമായാണ് ലെബനെതിരായ സൈനിക നടപടി എന്ന സൂചനകൾക്കിടയിലാണ് സംഘർഷഭീതി ശക്തമാക്കുന്നത്. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലകളിലാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ ശക്തമായി തുടരുന്നത്.